ആക്രമണ പ്രത്യാക്രമണങ്ങൾ യുഎസും ഇറാനും അവസാനിപ്പിച്ചുവെങ്കിലും അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങിയില്ല. ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്ന് നേരത്തെ യുഎസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഖത്തർ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച ദോഹയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ല എന്നാണ് ഖത്തർ പറയുന്നത്. മധ്യസ്ഥ രാജ്യമാണ് ഖത്തർ. ഇരു രാജ്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വിശദീകരണം. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, അനിശ്ചിതാവസ്ഥയാണ് പൂർണ്ണമായും, അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ പ്രതിനിധികൾ വിറ്റ്കോഫും അതോടൊപ്പം തന്നെ കുഷ്ണറും ചൊവ്വാഴ്ച ഖത്തറിൽ എത്തിയിരുന്നു. പക്ഷേ ഇറാൻ അവരുടെ പ്രതിനിധികളെ അയക്കാൻ തയ്യാറായിട്ടില്ല. ഈ സമാധാന കരാർ, അതായത് 60 ദിവസത്തെ ഒരു കാലാവധിയിൽ ചർച്ച നടക്കേണ്ടതുണ്ട്. അതിന് തുടക്കമിട്ടാണ് സ്വിറ്റ്സർലൻഡിൽ ആദ്യത്തെ ഒരു കരാർ ഒപ്പുവെച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ വീണ്ടും സാഹചര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഒമാൻ തീരത്ത് കൂടി ഹോർമൂസിൽ മറ്റൊരു കപ്പൽ പാത തുറന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് സിംഗപ്പൂർ പതാകയുള്ള ഒരു കപ്പലിനെ ആദ്യം ഇറാൻ ആക്രമിച്ചു. അതോടെ അമേരിക്കയുടെ തിരിച്ചടിയുണ്ടായി. ഇത് കരാർ ഒപ്പിട്ടതിന് തൊട്ട് പിന്നാലെയുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. മറ്റൊരു കപ്പലിനെ കൂടി ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ടായി. മാത്രമല്ല, അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഒരുക്കിയ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഇസ്രായേലാകട്ടെ ലെബനനിലേക്ക് വീണ്ടും ആക്രമണം തുടങ്ങി. ഇങ്ങനെ സ്ഥിതി സങ്കീർണമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു സമാധാന കരാറിലേക്കുള്ള ചർച്ചകൾക്കുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതായിട്ടുള്ള ഒരു നിലയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഖത്തർ അങ്ങനെ അറിയിച്ചതും ഇപ്പോഴൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന കാര്യം. എന്നാൽ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇപ്പോഴും ശ്രമം നടത്തുന്നുണ്ട് വീണ്ടും സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി. ആശങ്കയുണ്ടാക്കുന്ന കാര്യം, ഇപ്പോൾ എണ്ണവിലയിൽ കുറവ് വന്നിട്ടുണ്ട്. ആ ബാരലിന് ഏതാണ്ട് $74 എന്ന നിലയ്ക്കാണ് താഴ്ന്നത്. $120 വരെ ഉയർന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലും നമുക്കതിൻ്റെ പ്രതിഫലനം വന്നു തുടങ്ങിയിട്ടുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിനുള്ള വില കുറയ്ക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നു. നയാര ഉൾപ്പെടെയുള്ള കമ്പനികൾ ഡീസലിനും പെട്രോളിനും വില കുറച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഒന്ന് സമാധാനത്തിലേക്ക് വരുമ്പോഴാണ് വീണ്ടും സംഘർഷമുണ്ടാകുന്നത്, ചർച്ചയ്ക്കുള്ള സാധ്യത ഇല്ലാതാകുന്നത്. മാത്രമല്ല, ഖമേനിയുടെ സംസ്കാരം 9-ാം തീയതി നടക്കേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണെങ്കിൽ ആ ചടങ്ങ് നടക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. രഞ്ജിത്ത്. ശരി വിനോദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.